ഒരു അരമണിക്കൂർ കൊണ്ടേ നമുക്ക് അടിപൊളി ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് ബോക്സ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ പശ അങ്ങോട്ട് തേക്കുക. പശയ്ക്ക് ഒട്ടും തന്നെ പിശുക്ക് കാണിക്കേണ്ട, നന്നായിട്ട് തന്നെ പശ തേച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കല്ലുകൾ ഒട്ടിക്കാനായിട്ട് പോവാണ്. ഇനി വീട്ടിലുള്ള കല്ലുകളിലേക്ക് എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് പതിച്ചു കൊടുക്കുക. ഇനി ഒരു ചിരട്ടി എടുക്കുക, അതുമേ പെയിന്റ് അടിച്ച് അതും കൂടെ അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് പൊക്കത്തിനായിട്ട് 2-3 കല്ലും കൂടെ അതിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തെങ്കിലും അത് നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഫ്ലക്സ് പശ എടുത്ത് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിന്റെ മേലെ ഒന്ന് പശ തേച്ച് നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ച ചിരട്ടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ കല്ലുകളിലും കൂടെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അക്രിലിക് കളേഴ്സ് ബ്ലാക്ക് പെയിന്റ് ആണ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി. ഇനി ആ കല്ലുകൾ വെച്ചതിന്റെ നടുക്കായിട്ട് ഇതേപോലെ അങ്ങോട്ട് നീല പെയിന്റ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഇനി ഒരു കളർ നൂലെടുക്കുക. എൻ്റെ കയ്യിൽ ഡാർക്ക് പച്ച ഉണ്ടായിരുന്നത്, നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് പച്ച ഉള്ളെങ്കിൽ അത് എടുത്തിക്കണതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ കത്രിക തീരെയും മുറിച്ചില്ല ഗൈസ്. പിന്നെ അമ്മന്റെ കയ്യിലുള്ള മീൻ വെട്ടുന്ന കത്രിക എടുത്തിട്ടാണ് ഈ കാണുന്ന സാധനങ്ങൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തത്. ഇനി അതിന്റെ 2 സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇതുവരെ ഏകദേശം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരുട്ടപ്പെട്ട ഫീൽ ആയിരുന്നു ഗൈസ് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ കല്ലുകളുടെ മേലെ മൊത്തം വെള്ള കുത്തുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചം വരുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾക്ക് വെള്ളത്തിന്റെ ആകൃതി വരണ്ടേ ഗൈസ്, അതുകൊണ്ട് നമ്മൾ ഗ്ലൂ ഗണ്ണിന്റെ ഇതേപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പലരും ഈ ഒരു പരിപാടി ഗ്ലാസ് പേപ്പറിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പക്കാ ഫെയിൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ തോന്നും കുറേ സമയം വേണ്ടി വരുമെന്ന്. എനിക്ക് വെറും അരമണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. അതുകൊണ്ടാണ് അരമണിക്കൂർ കൊണ്ട് ഇത് ഉണ്ടാക്കാന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും തന്നെ മറന്നു പോകരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ.